ഹലോ, അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ആൻറ്റിക് ആയിട്ടുള്ള ഒരു ഡയറി, വിൻറ്റേജ് ഡയറി ഇങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഒരു പുസ്തകമാണ്. അതിൻ്റെ ഈ എന്താ പറയുക, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ പുറത്തെ ചട്ടയാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് നല്ല വൃത്തിയിലൊന്ന് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ പഴയ ഡയറിയോ അല്ലാന്നുണ്ടെങ്കിൽ പഴയ പുസ്തകത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഓവർ കട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്ത് വരുന്നതാണ് ഇനി ബാക്കിയൊക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, എൻ്റെ കയ്യിലൊരു പഴയ ഒരു നെറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയത് എടുത്താൽ മതി കേട്ടോ. വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും, ഒന്ന് തപ്പി പിടിച്ച് എടുത്തോളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഇതിലോട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് ഈ നെറ്റ് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ആദ്യം തന്നെ ഒന്നും പെട്ടെന്ന് അങ്ങനെ ഒട്ടി കിട്ടുമൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, ഉണങ്ങി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അവിടെ സ്റ്റിക്ക് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമിച്ച് ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ വേറൊരു പഴയ നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടവും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഇനി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പഴയ വേസ്റ്റായിട്ട് കിടക്കുന്ന ഐറ്റംസ് മാത്രം എടുത്താൽ മതി കേട്ടോ. കാരണം എല്ലാവരുടെ വീട്ടിലുണ്ടാവും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെറുതെ കത്തിച്ച് കളയുന്നത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല ലുക്കിൽ നല്ല ഡെക്കറേറ്റീവായിട്ട് ഐറ്റംസ് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വെറുതെ വേസ്റ്റായി പോകത്തുമില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി ഇത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട്, ഞാനിവിടെ അളവൊന്നും നോക്കുന്നില്ല കേട്ടോ, ഒരു ഏകദേശം ഒരു അളവിനങ്ങോട്ട് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പല സൈസ്, ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് സൈസിലൊന്നുമല്ല, ഒരു ഏകദേശം ഒരു സൈസിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഓർഡറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പ്രത്യേകം പറയാലോ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. വലിയ കുറച്ച് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് ഈ സൈഡിൽ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പെറുക്കിയെടുത്തതാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. ഒരു പെൻസിലുണ്ട്, കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രഷ് ഉണ്ട്, പിന്നെ അതുപോലെ ഇത് എന്തിനാണെന്നറിയില്ല, കുട്ടികൾ കളിക്കുന്ന എന്തോ ഒരു ടോയ്സിൻ്റെ ആണ്. പിന്നെ വീല്, പിന്നെ ഇതുപോലെ ഒരു പഴയ ചാവി കിട്ടിയിട്ടുണ്ട്, ഒരു കുഞ്ഞ് പെൻസിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടി ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് യൂസ് ചെയ്താൽ മതി. ഇതൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കൊന്നും വേണ്ട. പെൻസിലൊക്കെ ഇല്ലാത്തവർ ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ക്രിയേറ്റീവിനനുസരിച്ച് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാക്കയുടെ തൂവലുണ്ടല്ലോ, കാക്കത്തൂവൽ. ആ മുറ്റത്തൊന്ന് ഇറങ്ങി എല്ലാവരും ഒന്ന് തപ്പി പിടിച്ചാൽ കിട്ടും. ഇതിന് നല്ല സ്യൂട്ടാട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ പിള്ളേരെ കൊണ്ട് പെറുക്കിയെടുപ്പിച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമ്മുടെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന്, ഇനി ഒന്നും നോക്കണ്ട, കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് തീരുമാനമാവാൻ യൂസ് ചെയ്യുന്നത് സ്പോഞ്ച് വെച്ചിട്ടാട്ടോ. ഞാൻ പിന്നെ എന്താ പറയുക, അത് മൊത്തം കളർ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിങ്ങനെ ടച്ച് ചെയ്യാത്ത ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് യൂസ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ ചെയ്തെടുത്താലോ. പ്രത്യേകമായിട്ടൊരു കാര്യം പറയാലോ, നല്ലോണം ഈ ഒട്ടിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് നല്ലോണം എന്താ പറയുക, ഉണങ്ങിയതിന് ശേഷം
പെയിൻറ്റ് ചെയ്യാൻ നിന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഈ പെയിൻറ്റിൻ്റെ കൂടെ അങ്ങോട്ട് പോരും. അപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം എന്നർത്ഥം. പിന്നെ ഇവിടെ ഞാൻ ആ ബ്രഷും പെൻസിലൊക്കെ ഞാൻ ഒട്ടിച്ചുള്ളത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒരു പിശുക്കും കാണിക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഇത് നല്ലോണം ഇനി ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് പുറത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇത് A4 ഷീറ്റാണ്. A4 ഷീറ്റ് ഞാൻ കുറച്ച് ചായപ്പൊടി എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് മുക്കിയെടുത്ത് ഉണക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണുന്ന ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ പേപ്പേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ നിന്നാൽ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. A4 ഷീറ്റാണ് കേട്ടോ ഇത്, പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ ഇത് സെൻറ്റർ മടക്കിയിട്ട് ഇതൊരു പുസ്തകം പോലെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ ഭയങ്കര കട്ടിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് പാർട്ടാക്കി എടുത്തിട്ട് ഒരു 2 പാർട്ടാക്കി ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒരു ജുഡ് വെയിൻ ഉപയോഗിച്ചിട്ട് സൂചി ജുഡ് വെയിനും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാക്കുനൂല് തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതിനോടൊരു എന്താ പറയുക, ഇതിനൊരു മാച്ച് ആവുന്ന രീതിയിൽ എടുത്തെന്ന് മാത്രം. അതല്ല അതിൻ്റെ ഒരു ഗുമ്മ. നമ്മൾ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ പേജ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശേഷം നമുക്ക് തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ബാക്കിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടും ഞാനിവിടെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇപ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്ത് വെച്ചതൊക്കെ നല്ല ഉണങ്ങി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ഇത് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്, കയ്യിലൊന്നും പറ്റി പിടിക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തപ്പോൾ കണ്ടില്ല, ഇതുപോലെ കുറച്ച് പാർട്ടൂടെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ, കാരണം അതിങ്ങോട്ട് പുറത്തേക്ക് കാണുന്ന ഭാഗമൊന്ന് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന പേജിലൊന്ന് കുറച്ച് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് ചെയ്യാം. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സെൻറ്റർ 2 പാർട്ടായി ചെയ്തതായിരുന്നല്ലോ, അതുകൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബുക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി, നമുക്ക് ഈ ബ്ലാക്ക് ചെയ്തെടുത്ത് നമ്മൾ ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ സ്റ്റിക്ക് ചെയ്തൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം കൈ വെച്ചൊന്ന് ചെയ്തു, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഒന്നാകെ അങ്ങോട്ട് ചെയ്യരുത്. അത് ഞാൻ ആദ്യം കൈ വെച്ച് ചെയ്ത് നോക്കിയത്, കാരണം ഇങ്ങനെ ഓവറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നമ്മൾ ഇത്രയും ചെയ്തതൊക്കെ വെറുതായി പോവും. ജസ്റ്റ് ഒരു ടച്ചപ്പ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ബ്രഷ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ഉണങ്ങിയിട്ടുള്ള ബ്രഷ് എടുക്കുക കേട്ടോ, ഒരു തുള്ളി വെള്ളം പോലും പാടില്ല. അങ്ങനെയുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വരും. ഞാൻ കുറച്ച് ഭാഗം ബ്രഷ് ഇട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിന് ഹൈലൈറ്റ് കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫിനിഷിംഗ് പാർട്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ വീക്ക് മുതൽ നമുക്ക് നമ്മുടെ ടൈമൊക്കെ കറക്റ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച, അതുപോലെ തന്നെ ബുധനാഴ്ച, പിന്നെ ഫ്രൈഡേ ആൻഡ് സൺഡേ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 7 മണിക്ക് മുമ്പായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ഇവിടെ എല്ലാ പരിപാടികളും ഇവിടെ തീർന്നിട്ടുണ്ട്. നമ്മുടെ ലുക്ക് തന്നെ മാറിപ്പോയി. ആരെങ്കിലും കണ്ടാൽ പറയുമോ ഇത് കാർഡ്ബോർഡും പഴയ പീസൊക്കെ വെച്ചിട്ട് ചെയ്താന്നല്ലേ? അടിപൊളി ലുക്കായിട്ടില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഈ വർഷത്തെ ഒരു ജേണലായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഈ വർഷത്തെ ഒരു കുഞ്ഞ് ജേണൽ, അതായത് ജനുവരി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേജല്ലേ ഉള്ളൂ, നമുക്കിനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പേജ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജേണൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കണേ. ബായ്.